എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേളിലേക്ക് സ്വാഗതം. നമ്മളിന്നുണ്ടാക്കുന്നത് നല്ല സ്പൈസിയായ കായംകുളം ഞണ്ട് കറിയാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. രണ്ട് കിലോ കായൽ ഞണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കായംകുളം ഞണ്ട് കറിക്ക് കായലിലെ ഞണ്ടാണ് വേണ്ടത്. നമ്മുടെ സ്വന്തം കായലിലെ ഞണ്ടാണ്. നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം. ഞണ്ടെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പച്ചയ്ക്ക് ഞണ്ട് പൊളിച്ച് കറി വയ്ക്കുന്നതാണ് രുചി. പിന്നെ നമുക്ക് പുഴുങ്ങിയിട്ടും നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ ഇതിൻ്റെ ജീവനെല്ലാം പോകും. അപ്പോഴും നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം. പച്ചയ്ക്ക് ഞണ്ട് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ കടി കൊള്ളാതെ സൂക്ഷിക്കണം. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയാൽ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റണം. ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് തക്കാളിക്ക ഇട്ട് കൊടുക്കാം. തക്കാളിക്ക ഇട്ട് കഴിഞ്ഞാൽ ഞണ്ട് കറിക്ക് ഒരു പ്രത്യേക സ്വാദാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ തക്കാളിക്കൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അടുക്കി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഗ്രേവി ലൂസായി പോകും. ഗ്രേവി ഒന്ന് തിളച്ചാൽ വൃത്തിയാക്കി വെച്ചിരുന്ന ഞണ്ടിട്ട് കൊടുക്കാം. നല്ല അടിപൊളി പൊന്നൊക്കെയുള്ള ഞണ്ടാണ്. ഈ പൊന്നൊക്കെ കറിക്കകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഈ പൊന്നൊന്നും കളയരുത്. ഞണ്ട് മുങ്ങുന്നില്ലെന്ന് വിചാരിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കളയരുത്. ഈ ഞണ്ടിനകത്തൊന്നും വെള്ളം ഇറങ്ങി വരും. നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് ഈ മസാലയെല്ലാം ഞണ്ടിനകത്ത് പിടിക്കത്ത രീതിയിൽ ഇളക്കി കൊടുക്കാം. ഞണ്ട് കറി വെട്ടി തിളപ്പിച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഞണ്ട് കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്കൊരു മൂടി കൊണ്ട് അടച്ച് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ അടപ്പ് തുറന്ന് നമുക്ക് കറി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നല്ലവണ്ണം തിളച്ച് കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്നും ഇറക്കാം. നമ്മുടെ കായംകുളം ഞണ്ട് കറി നന്നായിട്ട് പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഞണ്ട് കറിയാണ്. എല്ലാവരും ചെയ്തു നോക്കണം. ഞണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞണ്ടിൻ്റെ കടി കൊള്ളാതെ സൂക്ഷിക്കണം. നല്ല സ്പൈസി ആയിട്ടുള്ള ഞണ്ട് കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല കളർഫുള്ളായിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിയുടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്യുകയാണെങ്കിൽ, ഓൾ എന്ന പൊസിഷനും കൂടി ആക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ ലഭിക്കുന്നതാണ്.
അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോയുമായിട്ട് തിരിച്ചു വരാം. നന്ദി.